മജോറിറ്റി ആൾക്കാരുടെയും ഇമോഷണൽ ട്രേഡ് ഇല്ലെങ്കിൽ ഓവർ ട്രേഡിങ്ങിന്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയോ? പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ടാണ്. കറക്റ്റ് ആയിട്ട് പൊസിഷൻ സൈസിങ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫുൾ ക്യാപിറ്റലിനെ യൂട്ടിലൈസ് ചെയ്യുകയും 1000 രൂപ നഷ്ടം വരേണ്ട സ്ഥലത്ത് 5000വും 10000വും ഇല്ലെങ്കിൽ അക്കൗണ്ട് തന്നെ വാഷ് ഔട്ട് ആകുന്ന പല സിറ്റുവേഷൻ എത്തുന്നുണ്ട്. ഇതിന്റെ ബേസിസിൽ ഓവർ ട്രേഡിംഗ് വരുന്നു, ഇമോഷണൽ ട്രേഡിംഗ് വരുന്നു, റിവഞ്ച് ട്രേഡിംഗ് വരുന്നു. ഇങ്ങനെ അത് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. സോ ബേസിക്കലി നമ്മൾ പൊസിഷൻ സൈസിങ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുറച്ചധികം തെറ്റുകൾ ഇല്ലെ ഫോൾട്ടുകൾ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കുന്നതാണ്. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ താങ്ക്സ് ടു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. ഓൾമോസ്റ്റ് ലൈക്ക് നമ്മളുടെ ആ ഒരു ഫാമിലി 50,000 കടന്നിരിക്കുന്നു. യൂട്യൂബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ലൈക്ക് 1 year ആയിട്ടുണ്ട്. ബട്ട് അത് ലാസ്റ്റ് ഒരു 3 months ആയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ ഒരുമിച്ച് ലൈവ് ആയിട്ട് ട്രെയിൻ മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവ് ട്രേഡ് ചെയ്യുന്നു. അതും ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. അതിലൂടെ കുറച്ചധികം അച്ചീവ്മെന്റ്സ് നമുക്ക് സാധിച്ചു. ഇപ്പൊ തന്നെ കാണുന്ന ഈ ഒരു ഫാമിലി തന്നെ 50,000 പ്ലസ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി നമ്മളാണ്. ഓക്കെ ഫൈൻ. സോ നമുക്ക് ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്, അതിന് മുമ്പ് തന്നെ പ്രിപ്പയർ ആയിരിക്കണമല്ലോ. ഇവൻ ലൈവ് ട്രേഡിങ്ങും നമ്മൾ പ്രിപ്പറേഷനും എല്ലാം ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം നമ്മൾ നാളെ മാർക്കറ്റിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ളത്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ പ്രിപ്പറേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മാർക്കറ്റ് ഏത് രീതിയിൽ വേണേൽ മാർക്കറ്റ് നാളെ വരാം, ഗ്യാപ്പ് അപ്പ് ആകാം, ഗ്യാപ്പ് ഡൗൺ ആകാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം, എന്ത് തന്നെയാണെങ്കിലും എല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ടും നല്ല പ്രോപ്പർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമായിരിക്കും നാളെ എന്നുള്ളത്. പ്രോബബിലിറ്റീസ് മാത്രമാണ്, ഇതിനനുസരിച്ച് പോകാം പോകാതിരിക്കാം. ബട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ഒരുമിച്ച് പോരും, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഹിയർ വി ഗോ വിത്ത് നിഫ്റ്റി. See here, നിഫ്റ്റി ഓൾമോസ്റ്റ് വേറൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് നോർമൽ പ്രൈസ് ആക്ഷൻ തന്നെ അറൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഇങ്ങനെ സൈഡ് വേസ് വന്ന് നിൽക്കുകയാണ് ടു സം വാട്ട് ടൈം. ഇത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തു, നല്ല അത്രയും വളരെ സ്ട്രോങ് ക്യാൻഡിലാണ്. ബട്ട് അത് സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ബിലീവ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു കൺസോൾട്ടേറ്റ് ചെയ്തേക്കുവാണ്. അപ്പം ഞാൻ ഇനി പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി ഈ ഒരു സർട്ടൻ ലെവലിൽ, അതായത് ഈ ഒരു സർട്ടൻ ഹൈ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാണോ അപ്പോഴായിരിക്കും നമ്മൾ നാളെ ഒരു ബുള്ളി സൈഡിലോട്ട് എൻട്രി എടുക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ട്രേഡ് എടുക്കുന്നതായിരിക്കില്ല. നാളെ പല രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാം, ഗ്യാപ്പ് അപ്പ് ആകാം, ഗ്യാപ്പ് ഡൗൺ ആകാം, ഓർ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു സർട്ടൻ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഈ ഒരു സർട്ടൻ ഹൈ അതായത് ഓൾമോസ്റ്റ് 24,592 വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ബെറ്റർ ഈസിലി 24,600 മുകളിൽ നാളെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളി സൈഡിലോട്ട് എൻട്രി എടുക്കാം. അല്ലാത്ത പക്ഷം നമ്മൾ കോഷ്യസ് ആയിട്ട് ഇരിക്കുക, ട്രേഡ് ബെയർ സൈഡിലോട്ട് പോകാതിരിക്കുക. മജോറിറ്റി ആൾക്കാരും ഞാൻ ലൈവ് ട്രേഡിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ലെറ്റ്സ് 90% ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ട്രെൻഡിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുന്നു. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ ഈ ഒരു സെർട്ടൻ ഹൈ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ചെറിയ മൂവ്മെന്റ് പിടിക്കാനായിട്ട് പലരും നോക്കുന്നുണ്ട്. അത് പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട് മജോറിറ്റി ആൾക്കാരും. സോ ഓൾവേസ് ട്രേഡ് വിത്ത് ദ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. സോ നമുക്ക് നോക്കാം നിഫ്റ്റി ബാങ്ക് എന്തായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ നിന്ന് നമുക്ക് ഇത്തരം മാത്രമേ പറയാനുള്ളത്. നിഫ്റ്റി നാളെ ബുള്ളിഷ് ആണ്. പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഓൾമോസ്റ്റ് ലൈക്ക് 24,592 നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് 24,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. അല്ലാത്ത പക്ഷം കോഷ്യസ് ആയിട്ടിരിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇതൊരു നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട്, ഇല്ലെങ്കിൽ നാളെ ട്രേഡ് തന്നെ ഇല്ലാതെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നേരെ ഒന്ന് നിഫ്റ്റി ബാങ്കിലോട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിഫ്റ്റി ബാങ്ക് ഈ ഒരു സർട്ടൻ ഫോൾ പോലെ വന്നിട്ട്, ബട്ട് വേറൊന്നുമല്ല ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ബുൾസ് കണ്ടോ, മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുവന്ന് നോക്കി, ബേസ് സമ്മതിച്ചില്ല. പിന്നെ ഒന്നുകൂടെ കൊണ്ടുവന്ന് നോക്കി, ബേസ് സമ്മതിച്ചില്ല. ബട്ട് എന്നാൽ ഇവിടെ പിന്നെ ബുൾസ് ടേക്ക് ഓവർ ചെയ്ത് തിരിച്ച് കയറി വന്നിട്ടുണ്ട് ഇപ്പോഴത്തേക്ക്. സോ ഡെഫിനറ്റ്ലി ഐ ബിലീവ് ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ നാളെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഈവൻ അത് ബുള്ളി സൈഡിലോട്ട് പോകുകയാണെങ്കിൽ എൻട്രി എടുക്കാം, ബെയർ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ മാക്സിമം എൻട്രി അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ ആ ഒരു ചെറിയ ഫോൾ ആയിരിക്കാം, ചിലപ്പോൾ അത് കൺസോൾട്ടേറ്റ് ചെയ്യാം. നമ്മൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടുക, അതായത് നല്ലൊരു പ്രോബബിലിറ്റി കൂടിയ സ്ഥലത്ത് കയറി ട്രേഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. See here, in this case നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 52,600 മുകളിലാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ബട്ട് എന്നാൽ കൂടുതൽ ട്രേഡ്
ലെറ്റ്സ് സേ 2% ആണ് നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും എടുക്കണ്ട, ഒരു 1% എടുത്താൽ മതി. ഒരു ആംഗുലർ റെസിസ്റ്റൻസിന്റെ ബ്രേക്ക് ഔട്ടും അവിടുന്ന് ഒരു മൊമെന്റം കിട്ടുകയും ഇതിനോടൊപ്പം തന്നെ നമുക്ക് പോസിറ്റീവ് കോറിലേഷനും ആവശ്യമുണ്ട്, റൈറ്റ്? സോ ഈ ഒരു 52,600 നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബുള്ളിഷ്നെസ് തന്നെ ഇല്ലെ കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ലേറ്റർ സി 52,789 ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് ഇനിയും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഓക്കെ ഒരു ലെറ്റ്സ് സേ ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ പോലെ ഒരു കൺഫർമേഷൻ കൂടെയാണ് അത് റാലി കണ്ടിന്യൂ ചെയ്തോളും എന്നുള്ളത്. എവിടം വരെ എന്നുള്ളത് ലെറ്റ്സ് സേ ഒരു 53,000 ഒക്കെ സുഖമായിട്ട് അത് അറ്റൈൻ ചെയ്യുന്നതായിരിക്കും. 300 പോയിന്റ്സ് സ്പോട്ടിൽ മൂവ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം നമുക്കൊരു ATH എടുക്കുന്ന ഒരാൾക്ക് ഒരു 150 to 200 പോയിന്റ്സ് പ്രീമിയത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രീമിയത്തിൽ 200 പോയിന്റ്സോളം പ്രീമിയത്തിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്യാച്ച് ആണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. നിഫ്റ്റി ബാങ്കിൽ അതും ഫസ്റ്റ് ടാർഗറ്റ് തന്നെ. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫിൻ നിഫ്റ്റി നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വാട്ട് ബാങ്ക് ആയിട്ട് കഴിഞ്ഞ ദിവസം ഇതൊരു മൊമെന്റം തന്നിട്ടുണ്ടായിരുന്നത്. ഇന്നും ഇല്ലെങ്കിൽ നാളെ നമുക്കത് ആ ഒരു രീതിയിൽ തരികയാണെങ്കിൽ കാണാൻ സാധിക്കും. പലപ്പോഴും നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയും പോസിറ്റീവ് കോറിലേഷൻസ് കാണിക്കാറുണ്ട് മാർക്കറ്റിൽ. ലെറ്റ്സ് സീ ഹിയർ. ഓൾമോസ്റ്റ് ഇത് കണ്ടോ, ഇത് സസ്റ്റെയിൻ ചെയ്തു. പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു ഹൈ സസ്റ്റെയിൻ ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. സോ ഐ പേഴ്സണലി ബിലീവ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 23,750 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 1% എൻട്രി എടുക്കാം. ദാറ്റ് ടു വിത്ത് പോസിറ്റീവ് കോറിലേഷൻ. ആരുമായിട്ട്? നിഫ്റ്റി ബാങ്കുമായിട്ട് നിഫ്റ്റിയുമായിട്ടുണ്ടെങ്കിൽ നമുക്ക് 1% എടുക്കാം. 2% ഒക്കെ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ 23,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. ആണെങ്കിൽ നമുക്കൊരു 2% റിസ്ക് എടുക്കുകയും ബട്ട് എന്നാൽ തൊട്ടടുത്ത് തന്നെ ടാർഗറ്റ് ആണ്. കോഷ്യസ് ആയിട്ടിരിക്കുക. ഫിൻ നിഫ്റ്റി ആണോ നിഫ്റ്റി ബാങ്ക് ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ പറയും നിഫ്റ്റി ബാങ്ക് ആയിരിക്കും ഇച്ചിരിയുടെ ബെറ്റർ ആയിട്ട് നാളെ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊന്ന് നോക്കാം മിഡ് ക്യാപ്പിലോട്ട് അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളത്. വെൽ, മിഡ് ക്യാപ്പ് നാളെ എക്സ്പയറി ആണ്. നമ്മളപ്പോൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യണം. നേക്കഡ് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രജക്ടറി മൊമെന്റം ഉണ്ടെങ്കിൽ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുക ബെറ്റർ. എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, എസ്പെഷ്യലി ഓപ്ഷൻ ബയേഴ്സ്, അതും നേക്കഡ് ഓപ്ഷൻ ബയേഴ്സിന്. കോഷ്യസ് ആയിട്ടിരിക്കുക, സ്മൂത്ത് ആയിട്ടിരിക്കുക, റിവെഞ്ച് ട്രേഡ് ചെയ്യരുത്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. ഹിയർ വി ഗോ വിത്ത് മിഡ് ക്യാപ്പ് കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. സിയോ മിഡ് ക്യാപ്പ് ഈ ഒരു സൈഡ് റേഞ്ച് നിൽക്കുകയാണ്. അതായത് 12,500 മുകളിൽ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2% റിസ്ക് എടുക്കാം. ബെറ്റർ 12 മണിക്ക് മുമ്പായിരിക്കണം. ഇല്ലെങ്കിൽ 1 മണി വരെ വേണേ അങ്ങേറ്റം നിന്നോ മുമ്പാണെങ്കിൽ നമുക്കിത് നോക്കാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊമെന്റം ഞാനിവിടെ കാണുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രീവിയസ് ഹൈയും ബ്രേക്ക് ചെയ്ത് പുതിയൊരു ATH തന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് മിഡ് ക്യാപ്പ് നാളെ. അപ്പം ഇതിനോടൊപ്പം തന്നെ കുറച്ച് സ്റ്റോക്കുകൾ നമുക്ക് നോക്കിയാൽ വെൽ 2 സ്റ്റോക്ക് മാത്രമായിരിക്കും നമ്മൾ ഇവിടെ പറഞ്ഞു തരിക. ബാക്കിയുള്ളതൊക്കെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് 999 rupees ആണ് ഒരു മാസത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. നമ്മൾ പ്രോപ്പർ ലെവൽസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് കാര്യങ്ങളെല്ലാം അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു 1-to-1 സെഷൻസും 1-to-1 അല്ല, ഒരു തേഴ്സ്ഡേ ഈവനിങ് വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പ് സെഷൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഞാൻ ഡയറക്ട്ലി മജോറിറ്റി ടൈമും അവിടെ വരുന്നതായിരിക്കും. ഓക്കെ ഫൈൻ. സി റിലയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീവിയസ്ലി ഈ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ ആൻഡ് ഓൾസോ ഇൻ 1 hour. സോ നാളെ നമുക്ക് റിലയൻസ് നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ടാർഗറ്റ് ലൈക്ക് 3,215 തൊട്ട് 3,220 വരെ ഒരു ടാർഗറ്റ് റേഞ്ച് കീപ്പ് ചെയ്യാം. അതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൊമെന്റത്തിൽ നല്ലൊരു റിസൾട്ട് തരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് റിലയൻസ്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഗ്രേസിമാണ്. ഗ്രേസിം അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് കണ്ടിന്യൂവേഷൻ ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് 2,843 റേഞ്ചിലാണ് ക്ലോസ് ആയിട്ടുള്ളത്. പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം. അപ്പം മറക്കണ്ട, നാളെ രാവിലെ 9 മണിയാകുമ്പം ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവായിട്ട് ഒരുമിച്ച് ഇരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.